أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അനുസരിച്ചുകൊണ്ട്, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്, സന്മാർഗമാണ്. അതായത് ശരിയായ ദീനിൽ അടിയുറച്ച് നിൽക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ സമ്പത്തിനേക്കാൾ, നമുക്കുള്ള സൗകര്യങ്ങളെക്കാൾ, ഭൗതിക വിഭവങ്ങളെക്കാളെല്ലാം ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്, സന്മാർഗമാണ്. അത് ഇഹലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പരലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്ത് സന്തോഷവും സമാധാനവും പൂർണ്ണമായ സ്വസ്ഥതയും എല്ലാം ലഭിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ദീനിൻ്റെ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോഴാണ്. അതിലുപരിയായിക്കൊണ്ട് നാളെ പരലോകത്ത് ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുക യഥാർത്ഥത്തിലുള്ള ഹിദായത്തിന്റെ വഴിയായ ദീനിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഹിദായത്ത് എന്നത് വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിലുള്ള ദീനിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇരു ലോകത്തും വലിയ അനുഗ്രഹവുമാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എന്നിൽ നിന്നുള്ള അനുഗ്രഹത്തെയും ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. അപ്പോൾ ദീനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ ദീൻ നമ്മുടെ ജീവിതത്തിലൂടെ നാം കൊണ്ടു നടന്നാൽ അത് ഇരുലോകത്തും നമുക്ക് അനുഗ്രഹമാണ്.
വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ മതമായിക്കൊണ്ട് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ആ ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനാണ് നമ്മൾ നമസ്കാരത്തിലും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ പാതയിലാക്കണം റബ്ബേ എന്ന് നാം പ്രാർത്ഥിക്കുന്നതും. സൂറത്തുൽ ഫാത്തിഹയിലെ ആ പ്രാർത്ഥന നമസ്കാരങ്ങളിലൂടെ നാം പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ദീൻ അത് നമ്മുടെ മേൽ വലിയ അനുഗ്രഹമാണ്. അത് പരലോകത്തിന്റെ കാര്യത്തിന് മാത്രമല്ല, ഇഹലോകത്തും ആ ദീനിന്റെ യഥാർത്ഥത്തിലുള്ള വഴി, ദീൻ അനുവദിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ദീൻ നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത് ജീവിച്ചാൽ ആ ദീൻ നമുക്ക് ഒരനുഗ്രഹമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാ സമയത്തും ആ ദീൻ അനുസരിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദീനെന്ന് പറഞ്ഞാൽ കേവലം ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം മാത്രമല്ല, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയിലെ ഒരു അരമണിക്കൂർ സമയം മാത്രമല്ല, എല്ലാം ദീനനുസരിച്ചു കൊണ്ടാണ്. നമ്മൾ എഴുന്നേൽക്കുന്നത് ദീനനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ ജോലി, മറ്റു സൗകര്യങ്ങൾ, നമ്മുടെ കച്ചവടം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, ഇതിലൊക്കെ ഒരു മുസ്ലിമിന് ദീനുണ്ട്. ഈ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്, മനസ്സമാധാനമാണ്, സന്തോഷമാണ്. എന്നാൽ ആ ദീൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് ജീവിച്ചാലോ, ചില സമയങ്ങളിലൊക്കെ ദീൻ ഒഴിവാക്കി അതിലൊന്നും ദീനിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ജീവിച്ചാലോ, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മനസ്സമാധാനക്കേടും നാളെ പരലോകത്ത് നഷ്ടവുമാണ്. അപ്പോൾ ദീനിനെ ഇഷ്ടപ്പെടുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വ ഹീന യുംസി റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഒരു മനുഷ്യൻ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ഒരു പ്രാർത്ഥന, റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാന ഹഖൻ അലല്ലാഹി അൻ യുർളിയഹു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ദീനിനെ നാം ഇഷ്ടപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുസ്ലിം വൈകാരികത മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ വൈകാരികത ഇന്ന് എല്ലാ മേഖലകളിലുമുണ്ട്. സിനിമാ മേഖലകളിൽ വരെ പ്രശ്നത്തിന്റെ അടിസ്ഥാനം എടുത്താൽ അവിടെയും രണ്ടു കൂട്ടരും പറയുന്നത് ദീനാണ്. അവരെന്ത് ദീനാണ്, എന്ത് മതമാണ്, എന്ത് മതവിരോധമാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം മതമാണ്, മതത്തിന്റെ പേരിലുള്ള ചില വിളികളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് കാര്യമല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികതയായി ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമല്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന ഒരു വൈകാരികത കൊണ്ട് കാര്യമല്ല. മറിച്ചോ ഇസ്ലാമിന്റെ നിയമമനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. മുസ്ലിമായി കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ മുസ്ലിമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുഅ്മിനായി ജീവിച്ചാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് ഈ ലോകത്ത് ഞാൻ നല്ല ഒരു ജീവിതം നൽകും. ഈ ലോകത്ത് മുഅ്മിനായി ആണാകട്ടെ പെണ്ണാകട്ടെ മുഅ്മിനായി ജീവിച്ചാൽ ഈ ലോകത്തൊരു ത്വയ്യിബായ ജീവിതം ഞാൻ നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലവും ഞാൻ നൽകുമെന്നാണ്. അപ്പൊ മുഅ്മിനായി ജീവിച്ചാൽ ഈ ലോകത്ത് സന്തോഷമാണ്, സമാധാനമാണ്. അപ്പൊ അവിടെയാണ് ഇസ്ലാമിന്റെ നിരോധനങ്ങൾ, ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ലഹരിയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ്, തൂഫാൻ എന്ന പദം യഥാർത്ഥത്തിൽ അറബിയാണ്, കൊടുങ്കാറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അറബിയാണ് ആ പദം, ഓപ്പറേഷൻ എന്നത് ഇംഗ്ലീഷുമാണ്. അപ്പൊ ഇന്ന് ആ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം
നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ 1400 വർഷം മുൻപ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. 1400 കൊല്ലം മുമ്പ് മദ്യപാനികളായ, ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു ജനപദത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി, പ്രബോധകനായി കടന്നു വന്ന ആ കാലത്ത് അവിടെ ലഹരി, മദ്യം നിരോധിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ എപ്പോഴതൊക്കെ വലിയ സജീവമായ ചർച്ചകളിലേക്ക് വന്നത്, സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊല്ലുന്ന മക്കളുണ്ടായി. ഒരു കുടുംബത്തിലെ തന്നെ 5ഓളം ആളുകളെ അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ മക്കളുണ്ടായി. സ്വന്തം മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടായി. ലഹരിയുടെയും മദ്യപാനത്തിന്റെയും പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്ന കുടുംബങ്ങളുണ്ടായി. മനസ്സാക്ഷിയും കരുണയുമുള്ള മനുഷ്യർ സ്നേഹവും കരുണയും വിവേകവുമൊക്കെ നഷ്ടപ്പെടുന്ന ആളുകളായി തീർന്നപ്പോ നമ്മുടെ നാട് ഒന്നടങ്കം ഒരു വിഷയത്തെ ഏറ്റെടുത്തു, രാഷ്ട്രീയ മത വ്യത്യാസങ്ങളില്ലാതെ. എന്നിട്ട് നമ്മൾ ഇതിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാം എന്ന് പറയുന്ന മതം 1400 വർഷം മുൻപ് വളരെ കൃത്യമായ രേഖ ഇതിൽ അവതരിപ്പിച്ചു. അപ്പൊ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കാത്തത്? നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലല്ല, മുസ്ലിം സൊസൈറ്റിയിൽ ഇതിന്റെ ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന ഒരു മതം അതിന്റെ വേദഗ്രന്ഥത്തിലൂടെ ലഹരിയെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു പഴുതുപോലുമില്ല. അപ്പൊ നമുക്കതിലൊരു അഭിമാനം ഉണ്ടാകണ്ടേ? നമ്മുടെ മതം എങ്ങനെയാണെന്ന് പറയുമ്പോൾ വേറെ ഏത് മതവും മതഗ്രന്ഥവും എടുത്തു നോക്കൂ, അതിന്റെ ആഘോഷങ്ങളാകട്ടെ, അതിന്റെ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, ഒരു ദിവസമെങ്കിലും മദ്യം ഉപയോഗിക്കാം എന്ന അംഗീകാരം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൽ അങ്ങനൊന്നില്ല. 1400 വർഷം മുൻപ് ഓപ്പറേഷൻ തൂഫാനിന്റെ പൂർണ്ണമായ രൂപം ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എത്ര കൃത്യമാണെന്ന്! എത്രയോ ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ ഇസ്ലാം അവതരിപ്പിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10. ലഹരിയിൽ, ഖംർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ അവതാളത്തിലാക്കി കളയുന്ന ഏതൊന്നും ലഹരിയാണ്. അത് മദ്യം ലഹരിയാണ്, സിന്തറ്റിക് ഡ്രഗ്സ് അത് ലഹരിയാണ്. അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് ഇസ്ലാമിൽ ഹറാമാണ്. കുറച്ചായാലും കൂടുതലായാലും, വീര്യം കൂടുതലുള്ളതായാലും വീര്യം കുറഞ്ഞതായാലും ഇസ്ലാമിൽ ഹറാമാണ്. ഒന്നാമത്തേത് ആസിറഹ, ലഹരി ഉണ്ടാക്കുന്നവനെ ശപിച്ചിരിക്കുന്നു. വമുഅത്തസിറഹ, ലഹരി ഉണ്ടാക്കാൻ പറയുന്നവനെ ശപിച്ചിരിക്കുന്നു. വശാരിബഹ, അത് ഉപയോഗിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വഹാമിലഹ, അത് കടത്തുന്നവനെയും ശപിച്ചിരിക്കുന്നു. വൽ മഹ്മൂലത ഇലൈഹി, അത് എത്തിച്ചു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വസാഖിയഹ, അത് വിളമ്പിക്കൊടുക്കുന്നവൻ, അത് എടുത്തു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വബായിഅഹ, അത് വിൽക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. വഅകലി സമനിഹ, അതിന്റെ വില കൈപ്പറ്റുന്നവനെയും ശപിച്ചിരിക്കുന്നു. വൽ മുസ്തരീലഹ, മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു. വൽ മുസ്തരീലഹു, തനിക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. നാലോചിച്ചു ലഹരിയുടെ 10 ഇനങ്ങളെ. കുടിക്കുന്നത് മാത്രമാണോ? അല്ല, എല്ലാത്തിനെയും ശപിച്ചിരിക്കുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ അതിന്റെ 7 അയലത്ത് അടുക്കാൻ ഒരു മുസ്ലിമിന് അനുവാദമല്ല. ലഹരി ഉപയോഗിക്കുന്ന സദസ്സിലിരിക്കാൻ മുസ്ലിമിന് അനുവാദമില്ല. ലഹരി ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മുസ്ലിമിന് അനുവാദമില്ല. നല്ല ഒരു വീട് കയറ്റി അതിന്റെ അവസാന ദിവസം പെഗ്ഗടിക്കാൻ പണമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അടിക്കാറൊന്നുമില്ല, എന്നാലും പിടിച്ചോ 1000 രൂപ എന്ന് കൊടുക്കാൻ മുസ്ലിമിന് അനുവാദമില്ല. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ കൂട്ടുകാരൻ 2 വർഷമായി ചോദിച്ചത് ഒരു കുപ്പി മദ്യമാണ്. ഞാൻ കുടിക്കാറൊന്നുമില്ല, എന്നാലും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കാൻ, അതിന് പണം കൊടുക്കാൻ മുസ്ലിമിന് അനുവാദമില്ല, എവിടെയും അനുവാദമില്ല. എന്ന് മാത്രമല്ല, മദ്യപിച്ച ഗ്ലാസിൽ അത് കഴുകി വൃത്തിയാക്കി അതിലൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പോലും മുസ്ലിമിന് അനുവാദമല്ല. എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ സമീപനം! എത്ര കൃത്യമാണ്!
1400 വർഷം മുൻപ് മതം അതിന്റെ നിയമങ്ങൾ പറയുകയാണ്. മാ അസ്കറ കസീറുഹു വ ഖലീലുഹു ഹറാമുൻ. കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് ഹറാമാണ്. കുറച്ചായാലും കൂടുതലായാലും ലഹരി ഉപയോഗിക്കുക, മദ്യം ഉപയോഗിക്കുക എന്നത് ഹറാമാണ്. അഡിക്റ്റ് ആകാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അഡിക്റ്റ് ആകാതിരുന്നാൽ പോരെ? ഒരാളും ഒന്നാമത്തെ ദിവസം ലഹരിയും മദ്യവും ഉപയോഗിച്ചപ്പോ അഡിക്റ്റ് ആയിട്ടില്ല, പിന്നീടാണ് അഡിക്റ്റ് ആയത്. സുഹൃത്തുക്കളോടൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ബിയറല്ലേ, മദ്യമല്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ വേറെ ഒരു വാക്കുകൂടി, ഇത് മൂത്രച്ചൂടിന് വളരെ നല്ലതാണ്, അത് ഇവരുടെ വക. ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. ഒരൊറ്റ പ്രാവശ്യം പരീക്ഷിച്ചാൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ലഹരിയുമായി മദ്യവുമായി ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പഠിപ്പിച്ച ഒരു മതം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ അടുത്ത് പ്രസ്താവിച്ചത് there is no safe level of alcohol consumption for our health എന്നാണ്. ആരോഗ്യത്തിന് സുരക്ഷിതമെന്ന് പറയാൻ കഴിയുന്ന ആൽക്കഹോളിന്റെ ഒരളവുമില്ല എന്നാണ്. പിന്നെ നാട്ടുകാരെങ്ങനെ പറയാം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് ആരോഗ്യത്തിന് സുരക്ഷിതമായ ഒരളവില്ല, ഒരിറ്റുണ്ടോ? അത് ആരോഗ്യത്തിന് എന്താണ്? രോഗമാണ്. അപ്പോൾ ഇസ്ലാം അത് വളരെ കൃത്യമായി അത് സൂചിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഖുർആനും നബിചര്യയും അത് നിരോധിച്ചു, അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ആ ഉത്തരമാണ് ഒരു മുസ്ലിമിന്റെ ഉത്തരം. അതായത് ആത്യന്തികമായി അതുപയോഗിച്ച് ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായി തീരുക എന്നത് വലിയ പാപമാണ്. ഒരു മനുഷ്യൻ അത് ഉപയോഗിക്കുന്നത് ഹറാമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഹേ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് അതുപ്രകാരം സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് കേട്ടോ. ഞാൻ ഈ ആയത്ത് ഓതുമ്പോ മദ്യപിച്ച് മരണപ്പെട്ട എത്രയോ ചെറുപ്പക്കാരെ, ചെറുപ്പത്തിൽ കൂടെ നടന്നവരുടെ നേർചിത്രം എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മദ്യപിച്ച് മരണപ്പെട്ടവർ, മദ്യപിച്ച് നമ്മുടെ വഴിക്കടവ് പഞ്ചായത്തിന്റെ റോഡ് സൈഡിൽ ലോറി ഇടിച്ച് മരണപ്പെട്ട ഒരു സുഹൃത്തിനെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആലോചിച്ചു എന്താ അതിന്റെ അവസ്ഥ എന്നുള്ളത്. ഒരു കുഴപ്പമില്ലാത്തൊരു റമദാൻ മാസത്തിൽ പള്ളിയിൽ വന്നിരുന്ന ഒരാൾ ഖുതുബ കഴിഞ്ഞ് ഒരുപാട് നേരം അടുത്തിരുന്നു വന്ന് കരഞ്ഞ് ഇനി ഞാൻ മദ്യം ഉപയോഗിക്കില്ല എന്ന് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ഒരാള്, പക്ഷേ കൂട്ടുകെട്ടിൽ പെട്ടുപോയി മരിച്ചു, ആക്സിഡന്റിൽ പെട്ടു മരിച്ചു. എത്ര ആളുകൾ എൻ്റെ നാട്ടിൽ റോഡും കഴിഞ്ഞ് അരിച്ചാലും കഴിഞ്ഞ് മലയിലേക്ക് കയറി മരിച്ചു. ഈ എടക്കര അങ്ങാടിയിൽ മരണപ്പെട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിലേക്ക് വിവരമെത്താതെ മരിച്ച ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ആലോചിക്കേണ്ട മനുഷ്യന്മാര് ഇവിടുന്ന് പോണെന്നുള്ളത്. മുസ്ലിം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലഹരി ഒരു മനുഷ്യൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാം. ഒരു മനുഷ്യന്റെ സിരകളിലൂടെ ധമനികളിലൂടെ ഓടുന്ന രക്തത്തിൽ ഈ ആൽക്കഹോളിന്റെ ഒരു അംശം കലരുക എന്നത് എത്രത്തോളം പാപമാണ്, എത്രത്തോളം പാപമാണ്. അത് അവസാനിപ്പിക്കാൻ കഴിയണം. കഴിഞ്ഞില്ലേ? സമൂഹത്തിലെ ആളുകൾ വിചാരിക്കും ഞങ്ങളൊക്കെയാണ് വലിയ സംഭവം, നമ്മളെങ്ങാട്ടിലൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളല്ലേ ഇത് പൂർണ്ണമായി ഒഴിവാക്കിയത്. ഇതിന്റെ കച്ചവടം നടത്തിയിരുന്ന ആളുകൾ, ഇത് വിൽപ്പന നടത്തിയിരുന്ന ആളുകൾ അല്ലേ? അവസാനത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ ആയത്ത് അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന് ചോദിച്ചപ്പോ ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഫുൾ ടൈം കുടിച്ചു നടന്നിരുന്ന ആളുകൾ പിന്നെ ജീവിതത്തിൽ അത് തൊട്ടിട്ടില്ല. മാറ്റമാണ്. ഒരു ചെറിയ കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വരികയാണ് മദ്യം നിരോധിച്ചിട്ടുണ്ട്. അപ്പോ ഷാപ്പിൽ ഒഴിച്ചു കൊടുത്തിരുന്ന അനസ് ഇബ്നു മാലിക് പറയാണ്, ഈ ആയത്ത് കേട്ടപ്പോൾ അതവിടെ നിർത്തി.
തയ്യാറാക്കി വെച്ചിരുന്ന മദ്യചഷകങ്ങൾ തല്ലി തകർത്തു. അത്രത്തോളം ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടായത് ഖുർആനിലൂടെയും പ്രവാചകന്റെ ഉപദേശങ്ങളിലൂടെയുമാണ്. ആ മാറ്റം ആത്യന്തികമായി അള്ളാഹുവിനെയും പരലോകത്തെയും ഭയന്നുകൊണ്ടാണ്. യബഅതു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഏതൊരു മനുഷ്യനാകട്ടെ അവൻ മരിച്ച അവസ്ഥയിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അപ്പൊ എന്തായിരിക്കും ഇപ്പോ ആളുകളുടെയൊക്കെ ലഹരി ഉപയോഗിച്ച് മദ്യം ഉപയോഗിച്ച് മരിച്ച ആളുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം പ്രധാനപ്പെട്ടതാണ്. മരണത്തെക്കുറിച്ചുള്ള ബോധമാണ് ഒരു മുസ്ലിമിനെ ജീവിതത്തിൽ നന്നാക്കുന്നത്. വേറൊന്നുമല്ല, മരിച്ചു പോണവിടുന്ന്. അവിടെ പരലോകത്ത് വിചാരണയുണ്ട് എന്ന ബോധമാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഖുർആൻ പറയുന്നു വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. സക്കറാത്തുൽ മൗത്ത് എന്നത് അത് വന്നാൽ അത് സത്യമാണ് കേട്ടോ. ദാലിക മാ കുൻത മിൻഹു തഹീദ്. അതിൽ നിന്നാണ് മനുഷ്യൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്നത്. മരണം പേടിയാണല്ലോ, പക്ഷെ അവസാനം അത് വന്നെത്തും. വനുഫിഖ ഫിസ്സൂരി ദാലിക യൗമുൽ വഈദ്. കാഹളത്തിൽ ഊതപ്പെടുക എന്ന ദിവസം അത് സത്യമാണ്. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ആ പരലോകത്തേക്ക് മനുഷ്യനെയും കൊണ്ടുവരുമ്പോ അകമ്പടിക്കാരനായി ഒരു മലക്കുണ്ടാകും, സാക്ഷിയായി ഒരു മലക്കും ഉണ്ടാകും. രണ്ട് മലക്കുകളുടെ ഒപ്പാണ് വരിക. ഒന്നാരാ? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായ മാലാകയാണ്. മറ്റൊന്നോ നമ്മളെയും കൊണ്ടുവരുന്ന ഒരു മലക്കാണ്. അപ്പോഴാണ് ചില ആളുകൾക്ക് കണ്ണ് തെളിയ. ഇപ്പൊ എത്ര ഉപദേശം കേട്ടാലും എത്ര പറഞ്ഞാലും ഗഫലത്തിലായിരിക്കും. എല്ലാത്തിനും ഉണ്ടാവും ഒരു പക്ഷേ മുസ്ലിമാന്ന് പറയാൻ അഭിമാനം ഉണ്ടാവും. മയ്യത്ത് സംസ്കരണ ചടങ്ങുകൾക്കൊക്കെ വളരെ സജീവായിരിക്കും. പൊതുചടങ്ങുകളിലൊക്കെ ഉഷാറായി പ്രത്യക്ഷപ്പെടും. മുസ്ലിം ഐഡന്റിറ്റിയിൽ അറിയപ്പെടും. എല്ലാം ഉണ്ടാവും. പക്ഷെ തെളിയൂലുണ്ട്, എന്നിട്ട് അവിടേക്കെത്തൂല. പക്ഷെ ഇങ്ങനെ ഒരു മലക്കിന്റെയും സാക്ഷിയുടെയും കൂടെ അങ്ങനെ വരുമ്പോ ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഇത്വാഅക ഫബസറുകൽ യൗമ ഹദീദ്. അപ്പോ ആ മനുഷ്യനോട് പറയും പടച്ചവൻ, ലഖദ് കുൻത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെ തൊട്ടൊക്കെ ഐഹിക ജീവിതത്തിൽ അശ്രദ്ധയിലായിരുന്നു. ഫകശഫനാ അൻക ഇത്വാഅക, എന്നാൽ ആ അശ്രദ്ധയുടെ മുടുപടം ഞാനാണ് മാറ്റിയാണ് ഇപ്പോ. ഫബസറുകൽ യൗമ ഹദീദ്. അപ്പ മനുഷ്യൻ ശരിക്കിന് കാണും. അങ്ങനെ പറഞ്ഞ അപ്പോഴാ ചിന്തിക്കുക, ഇങ്ങനെയൊന്നും അല്ലല്ലേ, അങ്ങനെയൊന്നും അല്ലായിരുന്നു ദുനിയാവിൽ ജീവിക്കേണ്ടിയിരുന്നത്. ഹദീദായ മൂർച്ചയുള്ള കാഴ്ച ഉണ്ടാവും. കാര്യല്ല. വഖാല കരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. മലക്ക് പറയും, ഇതാ ഇവന്റെ രേഖ, ഞാൻ തയ്യാറാക്കി വെച്ച ഇവന്റെ രേഖയാണ് ഇത് എന്ന് പറയും. ആര്? മലക്ക്. മലക്കുകൾക്ക് അത്രേ ഡ്യൂട്ടി ഉള്ളൂ. ഇവന്റെ രേഖയാണിത്. മദ്യപിച്ചത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. മദ്യപിച്ച് ഭാര്യയെ തല്ലിയത് എഴുതി വെച്ചിട്ടുണ്ടാവും. വൃത്തികേടുകൾ ചെയ്തത് ആ രേഖയിൽ ഉണ്ടാകും. അൽഖിയാ ഫീ ജഹന്നമ ഫീ കുല്ലി കഫാരിൻ അനീദ്. അല്ലാഹു പറയും, ഈ നിഷേധിയായ ഈ മനുഷ്യനെ നരകത്തിലേക്ക് നിങ്ങൾ തള്ളിക്കൊള്ളുക. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. ഇയാള് നന്മകൾക്കെല്ലാം തടസ്സം നിന്നിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതിരുകടന്ന ഒരു മനുഷ്യനുമായിരുന്നു. സംശയം പരത്തിയിരുന്ന ഒരാളുമായിരുന്നു. അതായത് ദീൻ എന്നത് ജീവിതത്തിൽ ഇല്ലാത്ത ഒരാളായിരുന്നു എന്ന് പറയുമെന്നാണ്. അപ്പൊ ദീൻ, ലഹരിയുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഏത് ചർച്ചയാകട്ടെ, അവിടെയൊക്കെ മുസ്ലിമാണോ, ഖുർആനിന്റെയും ഹദീത്തിന്റെയും നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചോ, സന്തോഷമായിരിക്കും. അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ സമാധാനം കിട്ടണില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ടോ, അവരിപ്പോഴും ബേസിക് എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് പ്രശ്നം എന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. പ്രശ്നം എന്താണെന്നറിയോ? ദീനില്ല എന്നുള്ളതാണ്. ദീനില്ല. എന്താ നിങ്ങളെ പ്രശ്നം? ദീനില്ല. ദീനില്ലാത്തോണ്ട സമാധാനം ഇല്ലാത്തത്. ദീനുണ്ടോ, സമ്പത്ത് കുറവാണെന്നില്ല, സമാധാനം ഉണ്ടാവും. ദീനുള്ള കുട്ടികൾ വീട്ടിലുണ്ടോ, സമാധാനം ഉണ്ടാവും. ദീനുള്ള ഭാര്യ വീട്ടിലുണ്ടോ, സമാധാനം ഉണ്ടാവും. ദീനുള്ള ഭർത്താവ് വീട്ടിലുണ്ടോ, സമാധാനം ഉണ്ടാവും. സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാ? ദീനില്ലാത്തോണ്ട്.
ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, മുത്തഖീങ്ങളായ ആളുകൾ അവർക്ക് വിദൂരത്തല്ലാത്ത സ്ഥലത്തേക്ക്, അതായത് അവരുടെ അടുത്തേക്ക് അല്ലാഹു സ്വർഗ്ഗത്തെ കൊണ്ടുവരും. എന്നിട്ട് അവരോട് പറയും ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്? നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടങ്ങുന്നവരും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരുമായിരുന്നു, അതുകൊണ്ടാണ് സ്വർഗം കിട്ടിയത്. മൻ ഖശിയർ റഹ്മാനു ബിൽ ഗൈബി, അദൃശ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, വജാഅ ബിഖൽബിൻ മുനീബ്, സത്യസന്ധമായ പശ്ചാത്താപത്തിന്റെ ഹൃദയമുള്ള ആളുകളും. അതാണ് തെറ്റ് ചെയ്ത ആളുകൾക്ക് ഇസ്ലാമിൽ വേണ്ടത്. എന്ത്? നല്ല സങ്കടമുള്ള അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്ന ഒരൊറ്റ പദം മതി, ഏത് തെറ്റും അല്ലാഹ് പുറത്തുതരാം. പക്ഷെ പിന്നെ അതിലേക്ക് പോകരുത്. അങ്ങനെയുള്ള ആളുകളോട് പറയും ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്, നിങ്ങൾ ആ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളുക, ഈ സ്വർഗ്ഗം നിങ്ങൾക്ക് ശാശ്വതമാണ്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ സ്വർഗ്ഗത്തിൽ അതുണ്ട്. വലദൈനാ മസീദ്, അവർക്ക് വീണ്ടും നാം വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. അപ്പോ ലോകത്ത് നടക്കുന്ന ഏത് ചർച്ചകളാകട്ടെ, അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇസ്ലാം എന്ന ദീൻ എത്രത്തോളം നമുക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിലേറ്റവും പ്രധാനമാണ് ഈ ലഹരി, മദ്യം എന്നൊക്കെ പറഞ്ഞാൽ അതുമായി ഒരു ബന്ധവും ഒരു മുസ്ലിമിന് പാടില്ല എന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ സ്വസ്ഥതയുള്ള സമാധാനമുള്ള വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.